അങ്ങനെ ആ മഹത്തായ തീരുമാനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ PM ശ്രീ നടപ്പാക്കുക എന്ന തീരുമാനം. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒപ്പുവെച്ചതുകൊണ്ട് PM ശ്രീയുമായി മുന്നോട്ട് പോകാതെ മറ്റ് മാർഗങ്ങളില്ല എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആവർത്തിച്ച് പറയുന്നത്. ഇന്ന് നോട്ട് ദ പോയിന്റ് ചർച്ച ചെയ്യുന്നത് UDF രാഷ്ട്രീയത്തിൽ PM ശ്രീ ഉയർത്തുന്ന വലിയ വെല്ലുവിളിയെക്കുറിച്ചാണ്. വി.ഡി. സതീശന്റെ തീരുമാനത്തെ തുടർന്ന് നടുക്കടലിലായ അവസ്ഥയിലാണ് മുസ്ലിം ലീഗ്. വെൽക്കം ടു നോട്ട് ദ പോയിന്റ്. ആദ്യം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ലീഗ് നേതാക്കൾ PM ശ്രീയെ കുറിച്ച് പറഞ്ഞത് കേൾക്കാം. CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി ഇതേ ലീഗ് നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മന്ത്രിസ്ഥാനത്തും ഭരണപക്ഷത്തും എത്തിയപ്പോൾ പറഞ്ഞതുകൂടി കേൾക്കാം. ചില വാചകങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ ഈ അറബിക്കടൽ എന്നൊക്കെ ചോദിക്കണമായിട്ടുള്ള വർത്താനാണത്. രാഷ്ട്രീയത്തിൽ പറയണത് ഒരു പുസ്തകം കൊണ്ട് അറബിക്കടലിൽ അറിഞ്ഞാൽ അവസാനിക്കില്ലല്ലോ. അതൊക്കെ പ്രസംഗത്തിലെ ചില പ്രയോഗങ്ങളാണ്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും വിട്ടുവീഴ്ചയല്ലേ, ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും. ഇതൊക്കെ രാഷ്ട്രീയ ഇരട്ടത്താപ്പിന്റെ പ്രതികരണങ്ങളല്ലേ എന്ന ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ നിലപാട് അവിടെ നിന്നും മാറി. അതിപ്പോൾ ഇങ്ങനെയാണ്. ഞങ്ങളെടുത്ത നിലപാടുകളിൽ നിന്ന് മാറ്റി പറയേണ്ട കാര്യം ഒരു സർക്കാരിൻ്റെ ഒരു പ്രതിസന്ധി വരുമ്പോൾ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. PM ശ്രീ ഞങ്ങൾ എടുക്കുമ്പോൾ ഹലാലാവുക, ഇടതുപക്ഷം എടുക്കുമ്പോൾ ഹറാമാവേണ്ട കാര്യമൊന്നുമില്ല. PM ശ്രീ എന്നത് CPM BJP-യുമായി കേരളത്തിലുണ്ടാക്കിയ രാഷ്ട്രീയ ധാരണയായിരുന്നുവെന്ന് സ്ഥാപിക്കാനാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനൊപ്പം മുസ്ലിം ലീഗും ശ്രമിച്ചത്. ആ രാഷ്ട്രീയ നീക്കം വിജയിച്ചതുകൊണ്ടാണ് UDF അധികാരത്തിലെത്തിയതും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായത്. കോൺഗ്രസിൻ്റേത് ബുദ്ധിപരമായ തന്ത്രപരമായ നീക്കമായിരുന്നു. ലീഗ് അതിനെ കുറച്ചുകൂടി വൈകാരികമായി എടുത്തു. PM ശ്രീയിൽ ഒപ്പുവെക്കാനുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ തീരുമാനം ഇടതു രാഷ്ട്രീയ നിലപാടിനെ അട്ടിമറിച്ചുകൊണ്ട് തന്നെയായിരുന്നു എന്നത് ഒരു സംശയവുമില്ലാതെ പറയും. രാഷ്ട്രീയമായി എതിർക്കുന്ന ഒരു പദ്ധതി മന്ത്രിസഭ അറിയാതെ LDF അറിയാതെ ഒപ്പുവെച്ചത് പിണറായി വിജയൻ സർക്കാരിൻ്റെ തെറ്റായ തീരുമാനം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ആ പദ്ധതി LDF-നെ തിരിച്ചടിച്ചത്. CPI-യുടെ സമ്മർദ്ദത്തിന് വഴങ്ങി CPM-ൽ തന്നെയുണ്ടായ എതിരഭിപ്രായങ്ങൾ അംഗീകരിച്ച് ആ പദ്ധതി നടപ്പാക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ടി വന്നു. PM ശ്രീ നടപ്പാക്കാനുള്ള CPM തീരുമാനം ഇടതുപക്ഷ രാഷ്ട്രീയമല്ല എന്നായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അതല്ല നിലപാട്. ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് പിന്മാറാമായിരുന്നില്ലേ? ഇവർക്ക് പിന്മാറായിരുന്നില്ലേ? ഒപ്പിട്ട് കഴിഞ്ഞപ്പോ പിന്മാറാനുള്ള ഒരു പ്രൊവിഷനും ഇതിന്റെ അകത്തില്ല. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ ഒരു കാര്യം സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ മതി, PM ശ്രീ ഞങ്ങൾ നടപ്പാക്കില്ല. അതിന് ഒരു കത്ത് കേന്ദ്രത്തിലേക്ക് അയച്ചാൽ മതി. അത് അയക്കാൻ വി.ഡി. സതീശൻ സർക്കാർ തയ്യാറാകുന്നില്ല. അതാണ് പ്രശ്നം. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനും മന്ത്രിമാരായ PC. വിശ്വനാഥ്, റോജി M. ജോൺ, M. ലിജു എന്നിവരുൾപ്പെട്ട മന്ത്രിസഭാ സമിതിയുടെ പരിശോധന എന്തിനാണ്? PM ശ്രീ നടപ്പാക്കാതിരിക്കാൻ സാധിക്കുമോ എന്നാണ് പരിശോധിക്കുന്നതെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു. എന്നാൽ കരിക്കുലത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകാതെയും സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാനത്തിന്റെ കീഴിലാക്കിയും ഉപാധികളോടെ പദ്ധതി നടപ്പാക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശനും പറയുന്നു. ആര് പറയുന്നതാണ് കേരളം വിശ്വസിക്കേണ്ടത്? സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലികഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. UDF 100 സീറ്റിലധികം നേടിയപ്പോൾ കേരളം ആദ്യം കണ്ടത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള തമ്മിൽ തല്ലായിരുന്നു. നിലപാടുകളുടെ രാജകുമാരൻ എന്നാണല്ലോ വി.ഡി. സതീശനെ അന്ന് പലരും വിശേഷിപ്പിച്ചത്. ലീഗാണ് അതിനായി മുന്നിട്ടിറങ്ങിയത്. മുഖ്യമന്ത്രി തർക്ക പരിഹാര ചർച്ചകൾ ദില്ലിയിൽ നടന്നപ്പോൾ അന്ന് വി.ഡി. സതീശന് വേണ്ടി ജയ് വിളിക്കാനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ കൂകി വിളിക്കാനും എത്തിയ വിദ്യാർത്ഥികളെ ഓർമ്മയില്ല. ദില്ലിയിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയവർ വരെ കേരള ഹൗസിലേക്ക് പോയി വി.ഡി. സതീശന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് ഓർമ്മയില്ല. കേരളത്തിലുടനീളം വി.ഡി. സതീശന് വേണ്ടി മുദ്രാവാക്യങ്ങൾ ഉയർന്നത് നമ്മൾ കേട്ടില്ലേ? അന്ന് തെരുവിലിറങ്ങിയവരൊക്കെ ഇന്ന് തലയിൽ കൈവയ്ക്കുകയാണ്. ഇതാണോ നിലപാട്? ഇവിടെ പെട്ടുപോയത് മുസ്ലിം ലീഗാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് അനുകൂലമായി ഏകീകരിക്കപ്പെടണം എന്നത് കോൺഗ്രസിന് വ്യക്തമായി അറിയാമായിരുന്നു. ആ രാഷ്ട്രീയ നീക്കത്തിൽ കോൺഗ്രസിനെയും UDF-നെയും സഹായിച്ചതിൽ ഒരു കാരണം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച LDF സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു. EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതും അമിത്ഷായെ പിണറായി വിജയൻ കണ്ടതും മുസ്ലിം വിരുദ്ധത പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റിയതുമൊക്കെ ഇതിനോട് ചേർത്ത് വെച്ചപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. കേരളത്തിൽ മൂന്നാം ഭരണം പിടിക്കാൻ CPM BJP-യുമായി ഡീലുണ്ടാക്കിയെന്ന രാഷ്ട്രീയ പ്രചരണം ഇതോടെ വിജയിച്ചു.
ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടു. പക്ഷേ അന്ന് ഇടതുപക്ഷത്തെ താഴെയിറക്കാൻ ഉപയോഗിച്ച PM ശ്രീ ഇപ്പോൾ VD സതീശൻ സർക്കാരിന് ഒരു വിദ്യാഭ്യാസ പദ്ധതി മാത്രമാകും. ഇവിടെയാണ് ലീഗ് നേരിടുന്ന പ്രശ്നം. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് മുസ്ലിം ലീഗാണ്. സതീശനെ മുഖ്യമന്ത്രിയാക്കണം, അതല്ലാത്ത നിലപാട് അംഗീകരിക്കില്ലെന്ന് ലീഗ് ഉറപ്പിച്ചു പറഞ്ഞതോടെ KC വേണുഗോപാലിന് പകരം VD സതീശന്റെ പേര് കോൺഗ്രസ് ഹൈക്കമാൻഡിന് പ്രഖ്യാപിക്കേണ്ടി വന്നു. സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കുമെന്ന വാഗ്ദാനങ്ങളാണല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് VD സതീശൻ നൽകിയത്. ഇപ്പോൾ ആ നിലപാടിന് എന്തു പറ്റിയെന്ന ചോദ്യമാണ് മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ ഉയരുന്നത്. UDF-ന്റെ രാഷ്ട്രീയ മലക്കം മറിച്ചിൽ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ BJP-യും ശ്രമിക്കുന്നു. ഒരു കാര്യം വളരെ കൃത്യമാണ്, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പദ്ധതിയിൽ സർക്കാർ പിന്മാറാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ PM ശ്രീ നടപ്പാക്കേണ്ടി വരും. ഞാനൊരു അഡ്വാൻസ് ആശംസ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീന് നൽകുകയാണ്. പ്രേക്ഷകരെ, നമുക്കറിയാമല്ലോ PM ശ്രീ എന്നത് വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ നയത്തിന്റെ തുടക്കമാണ്. PM ശ്രീ നടപ്പാക്കിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെ ചോദിച്ചാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രത്തെ വരെ മാറ്റിവരച്ചുകൊണ്ടുള്ള സംഘപരിവാർ രാഷ്ട്രീയ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. അത് കേരളത്തിലേക്കും അതിശക്തമായി വരാൻ പോകുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിന് സാധിക്കുമോ എന്നിടത്താണ് പ്രശ്നം. ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതുകൊണ്ട് ആ പദ്ധതി നടപ്പാക്കിയേ മതിയാകൂ എന്ന മുഖ്യമന്ത്രിയുടെ വാദം വസ്തുതാപരമായി പിഴവാണെന്ന് തിരിച്ചറിയാൻ വിവര സാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. PM ശ്രീ എന്താണ്, അതിൻ്റെ അവസ്ഥ എന്താണ്, സർക്കാർ എന്താണ് രാഷ്ട്രീയമായി ചെയ്യേണ്ടത്, ഇതിലൊക്കെ വ്യക്തമായ ക്ലാരിറ്റി ഇന്നത്തെ തലമുറയ്ക്കുണ്ട്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ PM ശ്രീയിൽ നിലപാട് മയപ്പെടുത്തിയ ലീഗ് നേതാക്കൾ ഇപ്പോൾ സ്വന്തം അണികൾക്കിടയിലേക്ക് ഇറങ്ങാൻ പോലും ഭയപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. പലരും മയപ്പെടുത്തിയ നിലപാട് വീണ്ടും കടുപ്പിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഒരു കാര്യം വ്യക്തമായി പറയാം, ഇവിടെ രാഷ്ട്രീയ നിലപാടാണ് പ്രശ്നം. PM ശ്രീ വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചാൽ മതി. വേണ്ട എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ എന്നതാണ് കേരളത്തിലെ സർക്കാരിനോട് നോട്ട് ദ പോയിന്റ് ഉയർത്തുന്ന ചോദ്യം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.